തിരുവനന്തപുരം കവടിയാർ വാഹനാപകടത്തിൽ ചികിത്സയിലിരുന്ന നവവരൻ ആഷിക്ക് മരണത്തിന് കിടങ്ങിയെന്നാണ് വാർത്ത. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന വാഹനാപകടത്തിൽ ആഷിക്കിൻ്റെ ഭാര്യ നൗഷിജ മരിച്ചു എന്നുള്ള കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും. ജിബിൻ JB വാർത്തയുടെ അപ്ഡേറ്റുമായി ചേരുന്നു. ജിബിൻ, നിർഭാഗ്യകരമായി പോയി, രണ്ടുപേരും ഇപ്പോൾ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ അപ്ഡേറ്റ്? ഇസ്കിൻ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കവടിയാറിൽ വെച്ച് ഇത്തരത്തിലൊരു വാഹനാപകടം ഉണ്ടാകുന്നത്. മോഹൻ തോമസ് എന്ന് പറയുന്ന 75 വയസ്സുകാരനെ ഓടിച്ച വാഹനമാണ് ഇവരെ രണ്ടുപേരെയും ഇടിച്ചു തെറിപ്പിച്ചു. ഇവർ മാത്രമല്ല 7 പേർക്കാണ് അന്ന് ഈ അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ് സ്വമേധയാ കേസും എടുത്തിരുന്നത്. കാരണം ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തത്. പക്ഷേ ദൗർഭാഗ്യകരമായ സംഭവം, ഇവർ രണ്ടുപേരും നവദമ്പതികളാണ്. പാലക്കാട് നിന്ന് ഒരു ബന്ധുവിനെ കാണുന്നതിന് വേണ്ടി ഇന്റർവ്യൂ ആവശ്യമായിട്ടാണ് രണ്ടുപേരും വെള്ളിയാഴ്ച രാവിലെ കൂടി തിരുവനന്തപുരത്ത് എത്തുന്നത്. ഈ കവടിയാറുള്ള ബന്ധുവിനെ സന്ദർശിച്ച ശേഷം ഡബിൾ ടക്കർ ബസ്സിൽ കയറി തിരുവനന്തപുരം നഗരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ കവടിയാർ മേഖലയിലേക്ക് എത്തിയത്. അങ്ങനെ ഈ ഇരുചക്ര വാഹനത്തിലൂടെ ഇവർ പോയതിനു ശേഷം അവിടെ ഇറങ്ങി, കവടിയാറിൽ ഇറങ്ങിയ ശേഷം ഈ റോഡ് സൈഡിൽ കൂടി നടക്കുന്നതിനിടെയാണ് മോഹൻ തോമസ് ഓടിച്ച വാഹനം ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. മോഹൻ തോമസിന് BP കുറഞ്ഞ അബോധാവസ്ഥയിലായതാണ് ഈ ഒരു അപകടത്തിന് കാരണമാവുകയും ചെയ്തത്. നൗഷിജ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നൗഷിജ മരണപ്പെടുകയും ചെയ്തു. പിന്നാലെയാണ് ആഷിഖിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സയിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ആഷിഖ് ഒരു സർജറിക്ക് വിധേയനായത്. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ 6:30 ആഷിഖ് മരണത്തിന് കീഴടങ്ങിയത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.